ارتكبت على الخطا غير حصر وأداء لك أشكو فيه يا سيدي خير النبي. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയേ, അങ്ങയോട് അവലാതി പറയുന്നു നബിയേ. ഖുർആൻ പറയുന്നു, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫിറ ലഹുമുർ റസൂൽ. തെറ്റ് ചെയ്ത ആളുകൾ അല്ലാഹുവിനോട് അപേക്ഷിക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്ന് അങ്ങയോട് ശഫാഅത്ത് തേടുകയും അങ്ങ് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും ചെയ്യും നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫിറ ലഹുമുർ റസൂൽ. അങ്ങയോട് ശഫാഅത്ത് തേടും നബിയേ. അള്ളാഹു തെറ്റ് ചെയ്ത ആളുകൾ അള്ളാഹുവിനോട് ആദ്യം തൗബ ചെയ്യും. മാത്രമല്ല, അങ്ങയുടെ മുമ്പിൽ വന്ന് അങ്ങയോട് ശഫാഅത്ത് തേടുകയും അങ്ങ് അല്ലാഹുവിനോട് ഇവർക്ക് വേണ്ടി പുറകല്ല തേടുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലയോ മുസ്ലിമേ, നീ ജനിച്ച് ഇന്ന് വരെ നീ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടോ? ഹബീബിനോട് ആ റസൂലുള്ളാഹിന് വേണ്ടി ഒരൊറ്റ സ്വലാത്ത് മതി. ആ സ്വലാത്ത് കൊണ്ട് നിനക്ക് റസൂലുള്ളാഹിനെ കാണാം. ആ സ്വലാത്ത് എങ്ങനെയായിരിക്കണം? റസൂലുള്ളാഹിനെ അത്രമേൽ മഹബ്ബത്ത് വെച്ച് ആ ഹബീബിനോട് അത്രത്തോളം ഇഷ്കുണ്ടായിട്ടോ അത്രയും സ്നേഹിച്ച ഭ്രാന്ത് തലയ്ക്ക് പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ചരിത്രം നോക്കിയാൽ കാണാം. ചരിത്രം മറക്കൂ. ഒരു സഹാബി നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ ഒരുപാട് ശത്രുക്കൾ ഇങ്ങനെ അമ്പ് വിടാൻ നിൽക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് തിരിഞ്ഞു റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ സഹാബി പറയുന്ന, നബിയേ, ആ ശത്രുക്കളെ നോക്കല്ലേ നബിയേ, എന്റെ മുഖത്ത് നോക്ക് നബിയേ, എന്റെ മുഖത്ത് നോക്ക് നബിയേ, അവരെ നോക്കല്ലേ നബിയേ. അങ്ങനെ ആ സഹാബി തങ്ങളുടെ മുമ്പിൽ വന്ന് ഫേസ് ടു ഫേസ് ആയി നിന്ന് റസൂലുള്ളാഹിനോട് തന്നെ മുഖത്ത് നോക്കാൻ പറയുമ്പോ അതാ പിന്നിൽ നിന്ന് 25ഓളം ഇരുമ്പിന്റെ അമ്പുകൾ വന്നു ആ സഹാബിയുടെ പുറത്ത് വന്ന് തറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് പ്രണയിക്കേണ്ടത്, അല്ലാതെ നിന്റെ കാമുകയോടല്ല നീ പ്രണയം ഭ്രാന്താക്കേണ്ടത്. നിന്റെ വാപ്പാനോടല്ല, നിന്റെ ഉമ്മാനോടല്ല, നിന്റെ ഭാര്യയോടല്ല, നിന്റെ മക്കളോടല്ല, നിനക്ക് വേണ്ടി അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹിനോടാണ് ഭ്രാന്തമായ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയുന്നല്ലോ, ആരാരെയാണോ സ്നേഹിക്കുന്നത് അവൻ അവരോടൊത്തുമായിരിക്കുന്നതാണ് ആഖിറത്തില്. നീ റസൂലുള്ളാഹിനോടാണ് ഇഷ്ക് വെക്കുന്നെങ്കിലോ, ആ ഹബീബിനോടാണ് മഹബ്ബത്ത് വെക്കുന്നതെങ്കിലോ നാളെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ പോകാം. അല്ല, ഈ സിനിമാ നടനെയാണ് മഹബ്ബത്ത് വെക്കുന്നതെങ്കിൽ അയാൾ എവിടെയാണോ പോകുന്നത്? അവർ സ്വർഗത്തിലാണെങ്കിൽ നീയും സ്വർഗത്തിലാണ്, അവർ നരകത്തിലാണെങ്കിൽ നീയും നരകത്തിലാണ്. അല്ലാഹു സൽമാർഗം കാണിച്ചു തരട്ടെ.
അന്ത മാമൻ അഹ്ബബ്ത, നീ ആരെയാണോ പ്രണയിക്കുന്നത് അവരോടൊപ്പമായിരിക്കുമെന്ന്. നീ പ്രണയിക്കുന്നത് നിന്റെ കൂട്ടുകാരനെയാണെങ്കിൽ, അല്ല നിന്റെ കാമുകയാണെങ്കിൽ, ആ കാമുക എവിടെയാണോ അവൾ നരകത്തിലാണെങ്കിൽ നീയും നരകത്തിലാണ്. അല്ല അവൾ സ്വർഗത്തിലാണെങ്കിൽ നീയും സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അല്ലയോ മുസ്ലിമേ, ഞാനും നിങ്ങളെ മഹബത്ത് വെക്കേണ്ടത് നബി മുഹമ്മദ് മുസ്തഫാനെയല്ലോ. അല്ലാഹുവിന്റെ റസൂല് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, മാമലകളില്ല, സമകലങ്ങളില്ല, ആറുകളില്ല, പുഴകളില്ല, ജലാശയങ്ങളില്ല, ഈ പരാപദങ്ങളില്ല. ഈ ബ്രഹ്മാണ്ട കടാഹം പടക്കുന്നതിനോ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ആദം നബിയെ പടക്കുന്നതിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ അരികിൽ ഞാനൊരു നൂറാണ്, ഞാനൊരു പ്രകാശമാണ്. ആദം നബിയെ പടക്കുന്നതിന് മുമ്പ്, മലക്കുകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, നരകവും സ്വർഗവും പടക്കുന്നതിന് മുമ്പ്, ഈ ഭൂമി പടക്കുന്നതിന് മുമ്പ്, മലക്കുകളെ പോലും പടക്കുന്നതിന് മുമ്പ്, അല്ലാഹു മാത്രമുള്ളൊരു സമയത്ത് അല്ലാഹു ആദ്യം പടച്ചത് റസൂലുള്ളാഹിന്റെ പ്രകാശമാണെന്ന് നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലയോ മുസ്ലിമേ, ഈ ദുനിയാവിലുള്ള എല്ലാ മനുഷ്യരും നബിദിനം അംഗീകരിച്ചിട്ട് വേണോ നമുക്ക് നബിദിനം ആഘോഷിക്കാൻ. അങ്ങനെ നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് ചോദിച്ചു നോക്കൂ, എന്താണ് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെ പറ്റിയുള്ള അഭിപ്രായം? അവർ പറയും അവർ കാഫിരീങ്ങളാണെന്ന്. നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് ചോദിച്ചു നോക്കൂ, അവർ പറയും റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ കാഫിരീങ്ങളാണെന്ന്. ആ മാതാപിതാക്കളെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിനെ പറ്റി ചോദിച്ചു നോക്കൂ, അവർ പറയും അങ്ങനെ ഒരു തലമുറയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്കതിൽ പ്രത്യേകം അഭിപ്രായമൊന്നുമില്ല. ഇസ്റാ മിഅ്റാജ് യാത്രയെ പറ്റി ചോദിച്ചു നോക്കൂ, അപ്പോൾ അവർ പറയും അത് റസൂലുള്ള കണ്ട ഒരു സ്വപ്നമാണെന്ന്, അല്ലാതെ അങ്ങനെയൊരു യാത്ര നടന്നിട്ടില്ല. എല്ലാവരും റസൂലുള്ളാഹിനെ പറ്റി ചോദിച്ചു നോക്കൂ, അവർ പറയും അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനാണെന്നും ദിവസേന പാപം ചെയ്യുന്നത് കൊണ്ടാണ് റസൂലുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതെന്നും, അങ്ങനെ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തെ നിസാരപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം കേൾക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് നബിദിനം, അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് പെരുന്നാളോ? ഞങ്ങളുടെ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസം അത് ഞങ്ങൾക്ക് ആനന്ദമാണോ? അത് ഞങ്ങൾക്ക് ഉത്സവം തന്നെയാണോ? അന്ന് ഞങ്ങൾ സന്തോഷിക്കും. ഞങ്ങളെ പിറന്നാൾ ആഘോഷിച്ചില്ലെങ്കിലും ഞങ്ങളുടെ റസൂലുള്ളാഹിന്റെ പിറന്നാൾ നിങ്ങൾ ആഘോഷിക്കും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അങ്ങയെ കാരുണ്യവാനായിട്ടല്ലാതെ ഞാൻ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങയെ കാരുണ്യവാനായിട്ടല്ലാതെ ഞാൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടില്ല എന്ന് അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മുടെ കാരുണ്യവാനായ റസൂലുള്ളാഹിന്റെ നബിദിനമല്ലേ നമ്മൾക്ക് ആഘോഷിക്കേണ്ടത്, അല്ലാതെ ആ കാഫിരീങ്ങള് അല്ലെങ്കിൽ ആ കപട വിശ്വാസികളുടെ വാക്ക് കേട്ടിട്ട് വേണോ നമുക്ക് ആഘോഷിക്കാൻ? എന്ത് സുന്ദരമായ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം! ആ നമ്മുടെ കാരുണ്യവാനായ നാളാദൻ നബിയുടെ അരികിൽ പോകുമ്പോ ആഖിറത്തിൽ ചെന്ന് ശഫാഅത്തിന് വേണ്ടി ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് ചെന്നാൽ അവിടുന്ന് പറയുകയാണ്, നൂഹ് നബിയുടെ അടുത്തേക്ക് പോകൂ. നൂഹ് നബി പറയുന്നു മൂസാ നബിയുടെ അടുത്തേക്ക് ചെല്ലാൻ. മൂസാ നബി ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് പറഞ്ഞു പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരും മാറി മാറി വിടുകയാണ്. അവസാനം എല്ലാവർക്കും മനസ്സിലായി ആകെ ഇനി കഴിച്ചലാവുന്നത് റസൂലുള്ളാഹിന്റെ മുമ്പിലാണ്.
ഹബീബിന്റെ മുമ്പിൽ പോയിട്ടേ കാര്യമുള്ളൂ. ആ റസൂലുള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൈകൾ നീട്ടുകയാണ്. എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുകയാണ്, നബിയെ അങ്ങക്ക് ഞങ്ങളെല്ലാം തരും നബിയെ. അങ്ങയെ സന്തോഷപ്പെടുത്താൻ, അങ്ങക്ക് സമാധാനത്തിന് അങ്ങക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതെല്ലാം ഞങ്ങൾ സാധിച്ചു തരും നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറയുകയാണ്, അല്ലാഹുവേ നീ എനിക്ക് എല്ലാം തരുമെന്ന് പറഞ്ഞത് എന്നെ തൃപ്തിപ്പെടുത്താനല്ലോ, എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരൊറ്റ ആള് നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവൂല റബ്ബേ. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം തന്നെ സ്തുതിക്കപ്പെട്ടവനെന്നല്ലേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ് റസൂലുള്ളാഹിനെ പറ്റി, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹുവിന്റെ നബിയെ തങ്ങൾ മഹത്തായ സ്വഭാവത്തിന്മേലാണ്, ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. റസൂലുള്ളാഹിന്റെ സ്വഭാവ സവിശേഷണത്തെ പറ്റി വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലൗ കുന്ത ഫല്ലൻ ഗരീള ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക. തങ്ങളങ്ങാണ് പരിപൂർണ ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ നബിയെ, അങ്ങ് കർക്കശക്കാരനായിരുന്നുവെങ്കിൽ നബിയെ, അങ്ങയുടെ അരികിലേക്ക് ഒരു കൊച്ചു കുഞ്ഞു പോലും വരുമായിരുന്നില്ല. ഈ കാണുന്ന മുസ്ലിം കൂട്ടം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങയുടെ അരികിലേക്ക് ആരും അടുക്കുമായിരുന്നില്ല. അങ്ങ് കാരുണ്യവാനാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിൽ നോക്കൂ, അങ്ങയെ കാരുണ്യവാനായിട്ടല്ലാതെ ഈ ഭൂമിയിലേക്ക് ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അത്രയും തങ്കപ്പെട്ട സ്വഭാവമാണ് റസൂലുള്ളാഹിന്റെ. അതല്ല സഹാബത്ത് അത്രയും അട്രാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സഹാബിനൊരാ, ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ശത്രുക്കൾ റസൂലുള്ളാഹിനെ അമ്പിടാൻ വരുമ്പോൾ പെട്ടെന്ന് വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ശത്രുക്കളുണ്ട് അവിടെ. നബിയെ അങ്ങ് ശത്രുക്കളെ നോക്കല്ലേ നബിയെ. അല്ലാഹുവിന്റെ റസൂല്, അങ്ങ് ശത്രുക്കളെ നോക്കല്ലേ നബിയെ. അങ്ങ് എൻ്റെ മുഖത്ത് നോക്ക് നബിയെ, എൻ്റെ മുഖത്തേക്ക് നോക്ക് നബിയെ. അങ്ങനെ പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ, അത്രയും അമ്പുകൾ വന്ന് തറച്ചിട്ട് പോലും ആ സഹാബി അവിടെ നനങ്ങിയില്ല. ഒരമ്പ് വന്നു, രണ്ടമ്പ് വന്നു, 25 അമ്പായപ്പോഴും ആ സഹാബി അവിടെ തന്നെ നിന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാ, എൻ്റെ മുഖത്ത് നോക്ക് നബിയെ, അവരെ നോക്കല്ലേ നബിയേന്ന്. അതാണ് പ്രണയം. പ്രണയം തലയ്ക്ക് പിടിച്ചാൽ 100 അമ്പ് വന്ന് പതിച്ചാലും അവൻ അറിയില്ല. പ്രിയമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന് എത്രമേൽ മഹബ്ബത്ത് വെക്കുന്നവർ നമ്മളെ പെടുത്തുമാറാവട്ടെ. മാത്രമല്ല, ബഹുമാനപ്പെട്ട സൗബാൻ എന്ന ചരിത്രമേ, സൗബാൻ റളിയല്ലാഹു തആല അൻഹു, സൗബാൻ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. മഹാനവറുകള് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുത്ത് അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് തുടങ്ങി ആ ബാങ്ക് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പള്ളിയിലേക്ക് വരുമായിരുന്നു. മഹാനവറുകൾ പെട്ടെന്ന് പള്ളിയിലേക്ക് വരുമായിരുന്നു. മഹാനവറുകൾ ഓടി പള്ളിയിൽ വന്ന് ഒന്നാമത്തെ സഫിലിരിക്കും റസൂലുള്ളാഹിന്റെ തൊട്ട് പിന്നിൽ. ബഹ്റാബിലിരിക്കുന്ന റസൂലുള്ളാഹിന്റെ തൊട്ട് പിന്നിൽ വന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും എല്ലാ വഖത്തിനും അങ്ങനെ തന്നെ, സുബഹിയായാലും ളുഹറായാലും ഇശാ ആയാലും അസറായാലും മാരിബിനും ഒക്കെ ആ സഹാബി അങ്ങനെയാണ്. എന്നാ കുറച്ച് ദിവസങ്ങളായിട്ട് സൗബാൻ തങ്ങളെ കാണാനില്ല.
കുറച്ച് ദിവസങ്ങളായിട്ട് സൗബാൻ റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് മഹാനവറുകളെ കാണാതെ വന്നപ്പോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ അല്ലാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തുമായിട്ട് സൗബാൻ തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. സൗബാൻ തങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് അസ്സലാമു അലൈക യാ സൗബാൻ വഅലൈക്കുമുസ്സലാം യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് കടന്നു വാ നബിയേ, എൻ്റെ വീട്ടിലേക്ക് കടന്നു വാ നബിയേ എന്ന് വിളിച്ച അല്ലാഹുവിൻ്റെ റസൂലിനകത്തെടുക്കുമ്പോ ആ സമയത്ത് സൗബാന്റെ കണ്ണുകൾ നിറയുകയാണ്. നല്ല ആരോഗ്യവാനായിരുന്ന സൗബാൻ തങ്ങൾ അവിടുന്ന് ശോഷിച്ചു പോവുകയാണ്. എന്തേ കാരണം? അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി, അവിടുന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നു, സൗബാൻ നിനക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിനക്കെന്തെങ്കിലും പ്രയാസങ്ങളോ കടങ്ങളോ പരിഭവങ്ങളോ ഇടങ്ങേറുകളോ മുസീബത്തുകളോ ഉണ്ടോ സൗബാൻ? ഇല്ല നബിയേ, ഞാൻ എൻ്റെ കടങ്ങളോ എൻ്റെ വ്യാധങ്ങളോ പ്രശ്നങ്ങളോ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ടൊരു ചിന്തിച്ചു നബിയേ, ഞാൻ നിന്റെ കാര്യത്തെ പറ്റി ചിന്തിച്ചു നബിയേ, ആ കാര്യം ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് സൗബാൻ തങ്ങൾ പറയുകയാണ്. എന്തേ കാരണം? കാരണക്കാരൻ അങ്ങാണ് നബിയേ, ഞാൻ കരയാൻ കാരണം അങ്ങാണ് നബിയേ, അങ്ങയെ പറ്റി ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. യാ റസൂലല്ലാഹ്, അങ്ങക്കറിയുമല്ലോ നബിയേ, ബിലാൽ തങ്ങൾ വാങ്ങി കൊടുക്കുമ്പോൾ ഞാനാണ് ആദ്യം നിന്ന് പെട്ടെന്ന് ഒന്നാമത്തെ സഫലിരിക്കുന്നത്. ഒരു പക്ഷേ രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ ആദ്യം പള്ളിയിൽ വരുന്നത്. ഒന്നാമത് അങ്ങയുടെ വാള് കേൾക്കാൻ, രണ്ടാമത് ചന്ദ്രനിലാവിനെക്കാളും അഴകുള്ള ചന്തമുള്ള അങ്ങയുടെ മുഖക്കമനമൊന്ന് നോക്കിയിരിക്കാൻ. ഒരു പക്ഷേ രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ ആദ്യം പള്ളിയിൽ വരുന്നത്. ഒന്നാമത് നബി അങ്ങയുടെ വാള് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് ചന്ദ്രനിലാവിനെക്കാളും ചന്തമുള്ള അഴകുള്ള അങ്ങയുടെ മുഖക്കമനമൊന്ന് നോക്കിയിരിക്കാൻ. മധുര മനോജ്ജമായ മുഖക്കമനത്തിന്റെ ഉടമസ്ഥനായ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ആ മുഖത്തൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ, ആ മുഖം ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഞാൻ കാരണം പറയട്ടെ, ഞാൻ അഥവാ അങ്ങാണ് ജസ്റ്റ് പാസോടുകൂടി സ്വർഗത്തിൽ കടന്നാൽ, ജസ്റ്റ് പാസ് ജസ്റ്റ് ഒന്നൊരു 49 100-ൽ 49 തിന്മയുണ്ട്, 51 നന്മയുണ്ടെങ്കിൽ ജസ്റ്റ് പാസല്ലേ സ്വർഗത്തിൽ കിടക്കുന്നത്. സ്വർഗമിങ്ങനെ തട്ടുകളായിട്ടാണല്ലോ. ഏറ്റവും ഉയർന്ന തട്ടിൽ റസൂലുള്ളാഹി തങ്ങളും അവിടുത്തെ അമ്പിയാക്കളും അവിടുത്തെ മഹാന്മാരായ സഹാബത്തും അമ്പിയാക്കളുമൊക്കെ അങ്ങനെ തട്ടായിട്ടാണ്. ഈ ജസ്റ്റ് പാസിൽ ജയിക്കുന്ന ഞാൻ അവസാനത്തെ തട്ടിലായിരിക്കുമല്ലോ. അവസാനത്തെ തട്ടിലിരിക്കുന്ന റസൂലുള്ളാഹി, അവസാനത്തെ തട്ടിലിരിക്കുന്നവർക്ക് റസൂലുള്ളാഹിനെ എന്നും കാണാൻ കഴിയില്ല. അവിടെ ഒരു നിയമമുണ്ട്. റസൂലുള്ളാഹിനെ എന്നും നേരിട്ട് കാണുന്നവരുണ്ട്, റസൂലുള്ളാഹിനെ ആഴ്ചയിൽ നേരിട്ട് കാണുന്നവരുണ്ട്, റസൂലുള്ളാഹിനെ മാസത്തിൽ നേരിട്ട് കാണുന്നവരുണ്ട്, ഹബീബിനെ വർഷത്തിൽ നേരിട്ട് കാണുന്നവരുണ്ട്. ആ വർഷത്തിൽ നേരിട്ട് കാണുന്ന ആളുകളാണ് സ്വർഗത്തിന്റെ അവസാനത്തെ തട്ടിലുള്ളത്. അവരാണ് ജസ്റ്റ് പാസോടുകൂടി സ്വർഗത്തിൽ കടന്നവർ. ഞാനെങ്ങാണ് സ്വർഗത്തിൽ കടന്നാൽ ഒരു പക്ഷേ അവസാനത്തെ തട്ടിലായിരിക്കുമല്ലോ. ഒരു പുരുഷായുസ് മുഴുവനും എനിക്ക് ആനന്ദമായിരുന്ന ഖുർറത്തായി എന്റെ കണ്ണിന്റെ കുളിർമയായിരുന്ന റസൂലുള്ളാഹിനെ എന്നും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. മാത്രമല്ല,
അള്ളാഹുവിൻ്റെ പ്രവാചകരെ മാത്രമല്ല നബിയെ, അങ്ങ് മാസൂമായ നബിയാണ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് തെറ്റ് പറ്റാ. ഞാനെങ്ങാനും തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്നെ നരകത്തിലിട്ടാൽ നരകത്തിൽ കിടക്കുന്ന എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ അനുവാദമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അത് ഓർത്തിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തത്, വെള്ളം കുടിക്കാത്തത്, ഉറങ്ങാത്തത് എന്ന സൗഭാഗ്യങ്ങൾ പഠിപ്പിക്കുമ്പോ അപ്പമാരോ ഉമ്മമാരോ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹിനെ അത്രമേലെ പ്രണയിക്കുന്നത് കൊണ്ടല്ലേ, ആ ഹബീബിന് അത്രമേലെ മെഹബത്ത് വെക്കുന്നത് കൊണ്ടല്ലേ അവരെങ്ങനെ കരയാൻ കാരണം. അതുകൊണ്ടല്ലേ ആഴ്ചകളായിട്ട് ഭക്ഷണം കഴിക്കാത്തത്, അതുകൊണ്ടല്ലേ ആഴ്ചകളായിട്ട് വെള്ളം കുടിക്കാത്തത്, അതുകൊണ്ടല്ലേ ആഴ്ചകളായിട്ട് സൗഭാഗ്യങ്ങൾ ഉറങ്ങാത്തത്. അത്രമേലെ റസൂലുള്ളാഹിനെ ഭ്രാന്തമായി പ്രണയിക്കുന്ന ആ സൗഭാഗ്യങ്ങളല്ലേ നമ്മൾക്ക് മാതൃകയാകേണ്ടത്. അല്ലേ പെങ്ങളോ, സുമയ്യ ബീവിയെ കണ്ടില്ലോ, ആയിഷ ബീവിനെ കണ്ടില്ലോ, ഫാത്തിമ ബീവിനെ കണ്ടില്ലോ, ഖദീജ ബീവിനെ കണ്ടില്ലോ, ആസിയ ബീവിനെ കണ്ടില്ലോ, ആയിഷ ബീവിനെ കണ്ടില്ലോ, റഫീഖുൽ മിസ്രിയാനെ കണ്ടില്ലോ, നൂറൈൻ മിസ്രിയാനെ കണ്ടില്ലോ. അവരുടെ പാരമ്പര്യത്തിലല്ലേ നീയും ജനിച്ചത്. പിന്നെ എന്റെ പെണ്ണെ നീ തലയിൽ തുണിയിടാതെ അന്യ പുരുഷന്മാരുമായി തുള്ളാൻ പോകുന്നത് അല്ലാതെ റസൂൽ പറഞ്ഞത് ഓർമ്മയില്ലേ? നരകത്തിലെ ഏറ്റവും കൂടുതൽ ആണുങ്ങളല്ല പെണ്ണുങ്ങളാണെന്ന്. അതുകൊണ്ട് പെണ്ണെ നീ സൂക്ഷിച്ചോ, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, ഒന്ന് ജാഗ്രതയാകുന്നത് നല്ലതാണ്. നിസ്കരിക്കുമെന്ന് നിന്നോടൊക്കെ തലയിൽ തുണിയിടാൻ പറഞ്ഞപ്പോ നീ തലയിൽ തുണിയിട്ടവളാണ്. ആ കാര്യം നീ അനുസരിച്ച് എന്നിട്ട് ആ തലയിൽ തുണിയിട്ടുകൊണ്ട് വല്ല ആണുങ്ങളുടെ വീടിലും പാർക്കിലും മറ്റും ബീച്ചിലും ഹറാമ് കാണിക്കാനും ഹറാമ് ചെയ്യാനും പരസ്യമായിട്ട് കാണിക്കാൻ പോയവളാണ്. ഇഷ്ടമുള്ളത് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് മാറുകയാണ്. ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നില്ല, ഞങ്ങൾ നന്നാക്കാൻ വരുന്നില്ല. ഇഷ്ടമുള്ളത് ചെയ്ത് ഒരു ഉപകാരം ചെയ്ത് ഇട്ടിരിക്കുന്ന പറതയുണ്ടല്ലോ, വീട്ടിരിക്കുന്ന തട്ടമുണ്ടല്ലോ, അതിന് ഒരു മാറ്റം അങ്ങനെ ഒരു സഹായം ചെയ്തുക. അത് മഹദിമാർ ധരിച്ച ഹൃദയാണ്, എത്രയോ മഹദിമാർ ധരിച്ച ഹൃദയാണ്. അത് ആസിയാ ബീവിയുടെ വേഷമാണ്, അത് ആശിതാ ബീവിയുടെ വേഷമാണ്. ആ പർദ്ദയിട്ടുകൊണ്ട് ഹറാമ് കാണിക്കാൻ പാടില്ല, അത് ധരിക്കുന്നെങ്കിൽ ഹറാമ് ചെയ്യാൻ പാടില്ല. അതും പരസ്യമായിട്ട് ബീച്ചിലും മറ്റ് മരത്തിന്റെ ചുവടുകളിലും പോയി സ്കൂളിന്റെയും കോളേജിന്റെയും വരാന്തരകളിലൂടെ എന്റെ കാമുകന്റെ കൈ പിടിച്ച് നടന്നപ്പോ നീ പർദ്ദ വിട്ടവളാ. ആ തട്ടമിട്ടുകൊണ്ട് ആ നിക്കാബിട്ടുകൊണ്ട് വല്ല ആളുകളിലൂടെ ബീച്ചിലൂടെ കൈകോത്ത് നടന്നവളാ. സുബ്ഹാനല്ലാഹ്. ഈ റബീഉൽ മാസത്തിൽ റസൂലുള്ളാഹി കാണുന്നുണ്ടെന്നുള്ള ബോധമില്ലേ നിനക്ക്? ആ ഹബീബ് റസൂലുള്ളാഹി അവിടുത്തെ ശാദം കിട്ടുമെന്നുള്ള ഓർമ്മയില്ലേ നിനക്ക്? ഹബീബിനെ കരയുമെന്നുള്ള ഓർമ്മയില്ല. സുബ്ഹാനല്ലാഹ്. ഞങ്ങളുടെ പെണ്ണന്മാര്, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഭാര്യമാര് നീ നന്നാക്കണേ അല്ലാഹ്. ആലോചിച്ചു നോക്കൂ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബ് കൊടുക്ക പൊട്ടിക്കടയുന്ന കാത് നമ്മൾ കാരണം മദീന മുനവ്വറയുടെ പച്ചക്കുമ്പയുടെ വെളിച്ചത്തിൽ കിടന്നുറങ്ങുന്ന അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുനീരാണ്. സുബ്ഹാനല്ലാഹ്. 63 ദിവസം വരെ ജീവിച്ച നബിതങ്ങൾ പകുതി മുക്കാ ജീവിതം ഈ ഉമ്മത്തിന് വേണ്ടി ആ ചെയ്യാൻ വേണ്ടി തന്ന എന്റെ ഉമ്മത്തിനെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞ റസൂലുള്ള, എന്റെ ഉമ്മത്തിന് വേണ്ടി കരഞ്ഞ റസൂലുള്ള. ആ റസൂലുള്ള എന്റെ ഉമ്മത്തിങ്ങനെ ഹറാമ് ചെയ്യുമ്പോ ആ ഹബീബിന്റെ കണ്ണ് പറയുന്നത് ഒന്ന് ആലോചിക്കുമെന്നോ. 9 മാസം നിങ്ങൾ ഗർഭം ചുമന്ന എനിക്ക് പ്രസവിച്ചതിന്റെ ഉമ്മയേക്കാൾ ആ ഹബീബിനെ മഹബത്ത് വെക്കാൻ അല്ല പറയുന്നതിന് കാരണമല്ലോ. അതെങ്കിലും ഒന്ന് ആലോചിച്ചു, ആ ഖുർആന്റെ വചനമെങ്കിലും ഒന്ന് ആലോചിച്ചു. ആ റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ച് സ്വലാത്ത് ചൊല്ല്. കയ്യിൽ കൗണ്ടർ മാത്രം ഇട്ടാ പോരാ, ശരീരത്തെ പർദ്ദ മാത്രം ധരിച്ചാ പോരാ, നിന്റെ തലയിൽ തുണി മാത്രം ഇട്ടാ പോരാ. ആ
ഹബീബിനോട് ഇഷ്ടമാണ്. ആ റസൂലുള്ളാഹിനെ പ്രണയിക്ക് കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മഹബത്തോടുകൂടി ഞാൻ നന്നാകുമെന്ന് നീയത്തെടുക്കോ. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. ഓ പെണ്ണ്, അള്ളാന്റെ റസൂലിനെ ഒന്ന് പ്രണയിക്കൂ. ആ ഹബീബിനോട് അഗാധമായി ഭ്രാന്തമായി പ്രണയിക്കൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തലയിൽ തട്ടമിട്ടുകൊണ്ട് ഇനിയെങ്കിലും ഹറാമ് ചെയ്യാൻ പാടില്ല. അള്ളാഹു അത് ആസിയാ ബീവിയുടെയും ആയിഷാ ബീവിയുടെയും ഫാത്തിമ ബീവിയുടെയും മഹതിമാരുടെ വേഷമാണ്. ആവേശത്തെ കളിയാക്കല്ലേ, ആവേശത്തെ പരിഹസിക്കല്ലേ, ആവേശത്തെ ചവിട്ടിത്തേക്കല്ലേ. ഫർദ് താഴെ കിടക്കുന്നത് കണ്ടാലെടുത്ത് മണ്ടയിൽ നിന്ന് അല്ലാഹു ആ സൽക്കർമ്മങ്ങളെ സ്വീകരിച്ചു. ആ കാരണം കൊണ്ട് തലത്തേക്കുന്ന സ്വർഗത്തിൽ വിട്ടേക്ക. അല്ലാഹു നമ്മുടെ നന്നാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉമ്മമാരും മാറാവട്ടെ. ഒരുപാട് തെറ്റുകൾ ചെയ്ത് ഹൃദയം കറുത്തുകൊണ്ടായിരിക്കാം. എത്ര വാദം കേട്ടിട്ടും, എത്ര ഖുർആൻ കേട്ടിട്ടും, എത്ര ഉപദേശം കേട്ടിട്ടും കണ്ണീര് നിറയും. തൗബ ചെയ്യുമ്പോൾ പോലും കണ്ണീര് വരുന്നില്ല. എന്തേ കാരണം? അത്രമേൽ ഹൃദയം കറുത്തുകൊണ്ട് അത്രത്തോളം പുള്ളികൾ വീണത്. അല്ലാഹു അതെല്ലാം മാറ്റി വെളുവെളുത്ത ഹൃദയമുള്ളവരാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഉമ്മമാര് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹത്തുകളായി മാറ്റുമാറാവട്ടെ. അല്ലാഹു നമ്മളെ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്നവരായി മാറ്റ. സമയം ചുരുക്കമാണ്. ഒരു ചെറിയ ചരിത്രത്തോടെ പറഞ്ഞു നിർത്താം. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖന്ദഖ് യുദ്ധത്തിൽ വെച്ച് റസൂലുള്ളാഹിയും സഹാബത്തും അവിടുന്ന് പടച്ചവനെ അവിടുന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അവസരത്തിൽ റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സന്ദർഭത്തിൽ അതാ ശത്രുക്കൾ നല്ല വയറക്കം നിറച്ച് ആരോഗ്യവാന്മാരായിട്ട് അവിടുന്ന് യോദ്ധാക്കളായിട്ട് ഊരിപ്പിടിച്ച വാളുമായി, മൂർച്ചയുള്ള പുതിയ വാളുമായി, പടച്ചട്ടയുമായി, പടക്കുതിരകളുമായി യുദ്ധം ചെയ്യാൻ 10,000-ഓളം ആളുകളായിട്ട് വന്നു നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വന്ന സഹാബത്ത്, ആ സഹാബത്ത് എണ്ണത്തിൽ കുറവാണ്. 10-400 സഹാബത്തേ ഉള്ളൂ. അവർക്ക് നല്ല വാളില്ല, പഴയ വാളുകൾ മാത്രമാണ്. പുതിയ ഒരൊറ്റ വാള് പോലും അവരുടെ കൂട്ടത്തിലില്ല. പുതിയൊരൊറ്റ പടച്ചൊട്ട് പോലും അവർക്കില്ല. ഒരു പടക്കുതിര പോലും അവർക്കില്ല. അള്ളാഹുവിനെ തവക്കലാക്കി യുദ്ധം ചെയ്യാമെന്നവര് അവര് 3 ദിവസത്തോളമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബ, ആർക്കാണ് മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കഴിയുക? മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കഴിയുക? ചില അവസരങ്ങളിൽ എനിക്കും നിങ്ങൾക്കും അറിയാം, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, ചില കവിതകൾ കേൾക്കുമ്പോൾ, ചില കഥകൾ കേൾക്കുമ്പോൾ എത്ര മൂഡ് ഓഫ് ആയാലും നമ്മളൊന്ന് ഓണാവാറില്ലേ? എന്തുകൊണ്ടാണ്? ആ പാട്ട് അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ വരികൾ നമ്മുടെ ജീവിതവുമായി റിലേറ്റീവ് ആവുന്നത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ചോദിച്ചപ്പോൾ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളാ കാലഘട്ടത്തിലെ വലിയ പാട്ടുകാരനാണ്, വലിയൊരു കവിയാണ്. മഹാനവറുകൾക്ക് മനസ്സിലായി റസൂലുള്ളാഹിനെ പറ്റി പാടിയാൽ അത് സ്വഹാബത്തിന് വലിയ ആനന്ദമാണ്, അവർക്ക് വലിയ ഉല്ലാസമാണ്. ആ സമയത്ത് മഹാനവറുകൾ അവിടുന്ന് പാടുകയാണ്, വാജുമലു മിങ്കലം തറഖത്തു ഐനി വഹസനു മിങ്കലം തലദിൻ നിസാഉ
വാജുമലു മിങ്കലം തറക്കത്തു ഐനി, അങ്ങേക്കാൾ അല്ലാഹുവിന്റെ റസൂല് തങ്ങളെക്കാൾ സുന്ദരമായ ഒരു രൂപത്തെ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. വഹ്സനു മിങ്കലം തലദൻ നിസാ, തങ്ങളെക്കാൾ സുന്ദരമായ ഒരു കുഞ്ഞിനെയും ഈ ദുനിയാവിലൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല എന്നുള്ള രണ്ട് വരി പാടുന്നതോടെ സ്വഹാബത്ത് ഉന്മേഷത്തിലാകുകയാണ്. ആ സ്വഹാബത്തിന് വല്ലാത്ത ഉല്ലാസം തോന്നുകയാണ്, സന്തോഷം തോന്നുകയാണ്. ആനന്ദത്താൽ അവിടുന്ന് ഉള്ള വാളുകളുമായി യുദ്ധത്തിന്റെ പടക്കണത്തിലേക്ക് ചാടിയിറുകയാണ്. അതാണ് സ്വഹാബത്ത്. റസൂലുള്ളാഹിന് അത്രമേലെ മഹബത്ത് വെച്ചവരാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ള മടിയിൽ കിടന്നുറങ്ങുമ്പോ കാലിൽ മൂർക്കം പാമ്പ് കടിച്ചിട്ട് പോലും, മൂർക്കം പാമ്പ് കൊത്തിയിട്ട് പോലും ആ വേദന സഹിച്ചു പിടിച്ചത്. മൂർക്കം പാമ്പ് കടിച്ച വേദന അവർ കടിച്ചവർക്കറിയാം എത്രത്തോളം വേദനയാണെന്ന്. ആ വേദന സഹിച്ചിട്ട്, ആ മരണവേദന സഹിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് കാലൊന്ന് അനക്കാൻ കഴിയില്ലെന്താ? അള്ളാന്റെ റസൂല് ഉറങ്ങുകയല്ലേ. ഞാനിപ്പോ കാലനയ്ക്കാൻ എന്റെ റസൂലത ഉണരില്ലേ? ആ റസൂലുള്ളാന്റെ ഉറക്കം നഷ്ടപ്പെടൂലോ? അത്രമേലെ മഹബത്ത് വെച്ച സയ്യിദനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്, ആ അബൂബക്കർ തങ്ങളെ അവിടുത്തെ മയ്യിത്തുമായി അവിടുത്തെ ജനാസയുമായിട്ട് ആ മദീന പള്ളിയിൽ ചെന്നപ്പോഴല്ലേ ആ വാതിൽ തന്നെ തുറക്കപ്പെട്ടത്. സ്നേഹിതനിലേക്ക് അടുപ്പിക്കുമെന്നുള്ള അവിടുന്ന് ആ വാക്കിങ്ങനെ കേട്ടെന്നും അബൂബക്കർ തങ്ങൾ വന്നപ്പോഴല്ലോ അത്രത്തോളം റസൂലുള്ളാഹിന്റെ മുഹിബ്ബായിരുന്നു സിദ്ദീഖ് തങ്ങൾ. അല്ലാഹു നമ്മളെ അവരോടൊപ്പം കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ട ഹസ്സാനങ്ങളുമായിട്ടുള്ള മറ്റൊരു ചരിത്രം കാണാം. ബഹുമാനപ്പെട്ട ഹസ്സാനങ്ങളുടെ വീട്ടിലേക്ക് അഥവാ